പൂമരം സിനിമയിലെ ഞാനും എന്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി എന്ന മലയാളത്തിലെ ഹിറ്റ് പാട്ട് എഴുതിയത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ മത്സ്യബന്ധന തൊഴിലാളികൾ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കൊടുങ്ങല്ലൂർ VP തുരുത്ത് സ്വദേശികളായ ദയാൽ സിംഗും ബാബു ആശാനുമാണ് സിനിമ റിലീസാകുന്നതിന് മുൻപ് തന്നെ ഹിറ്റായ ഈ പാട്ടിന്റെ രചയിതാക്കൾ. മത്സ്യബന്ധനത്തിനിടയിലെ വിരസതകളെ കവിത കൊണ്ട് പൂമരത്തോളം ആസ്വാദികരമാക്കുകയായിരുന്നു ഇരുവരും. റിലീസാകാനുള്ള പൂമരം എന്ന സിനിമയിലെ പാട്ട് ഇതിനോടകം തന്നെ ആസ്വാദകർ ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ വെള്ളിത്തിരയും കടന്ന് സോഷ്യൽ മീഡിയയിലും പൂമരം പൂത്തുലയുകയാണിപ്പോൾ. ഞാനൊന്നു നോക്കി എന്നാൽ പാട്ടിന്റെ രചയിതാവിനെ അറിയാതെ അറിയുകയായിരുന്നു ആരാധകരും സിനിമാ ലോകവും. ഒടുവിൽ അന്വേഷണം ഇവരിലേക്ക് എത്തുന്നതും യാദൃശ്ചികമായിരുന്നു. പൂമരം പാട്ട് ഈണം നൽകിയതും ആലപിച്ചതും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായ ഫൈസലാണെന്ന കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എന്നാൽ വരികൾക്ക് പിന്നിലെ രഹസ്യത്തിന്റെ ഉത്തരം തേടുകയായിരുന്നു സിനിമയുടെ സംവിധായകനായ എബ്രിഡ് ഷൈനും. അത് മഹാരാജാസ് കോളേജിൽ വരെ എത്തി. അവിടെ നിന്ന് പിന്നെ അങ്ങനെയൊക്കെയാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ വ്യക്തത ഒന്നും ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയണതാണ്. ഞാനതിൽ ഒരുപാട് സ്ഥലത്ത് പാടിയിട്ടുണ്ട്. ഒരു പാട്ടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പാടി. അത് പാടി നടന്നത് ദയാൽ സിംഗാണ്. ഇത് എഴുതി കൊണ്ടുവന്നത് ഞാനാണ്. വർഷങ്ങൾക്ക് മുൻപ് പാലായിൽ ഒരു വീട്ടിൽ ടൈൽസ് പണിക്കിടെ ദയാൽ പാടിയ പാട്ട് ഒപ്പം ജോലി ചെയ്തിരുന്ന മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സുധീഷ് മൊബൈലിൽ പകർത്തിയിരുന്നു. കോളേജ് കലോത്സവത്തിൽ സുധീഷും കൂട്ടരും ഈ പാട്ട് പാടിയതോടെ ക്യാമ്പസ് ഈ പാട്ട് ഏറ്റെടുത്തു. ഇങ്ങനെയാണ് പൂമരം സിനിമയുടെ സംവിധായകൻ എബ്രിഡ് ഷൈൻ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തുന്നത്. വള്ളപ്പണിക്കാരനായ കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും കേട്ട പാട്ടാണിതെന്ന് സുധീഷ് ഓർമ്മിച്ചു. ഈ അന്വേഷണമാണ് ഒടുവിൽ കൊടുങ്ങല്ലൂരിൽ അവസാനിച്ചത്. ദയാൽ ഇപ്പോൾ ടൈൽസ് പണിക്ക് പോവുകയാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെ ഒരു വിദ്യാലയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ.